ശ്രീ മനോജ് മൂത്തേടൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് MC റോഡ്. തെക്കൻ കേരളത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും പോകുന്ന പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ് പെരുമ്പാവൂർ. വടക്കൻ കേരളത്തിൽ നിന്ന് ശബരിമലയിലേക്ക് ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട പെരുമ്പാവൂർ നഗരം ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. പെരുമ്പാവൂർ നഗരം ഇന്ന് ഗതാഗത കുരുക്കിനാൽ വലിയ തോതിൽ വീർപ്പുമുട്ടുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ശബരിമല സീസണിൽ ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും പെരുമ്പാവൂർ നഗരത്തിൽ മാത്രം വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന ഒരുപാട് പേർക്ക് ദിനംപ്രതി സമയത്ത് ഫ്ലൈറ്റ് കിട്ടാതെ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുന്നൊരു സാഹചര്യമുണ്ട്. പെരുമ്പാവൂർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാലടിയിലും ഗതാഗത കുരുക്കാണ്. അപ്പോൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായി പെരുമ്പാവൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഏതെങ്കിലും ഒരു സത്വരമായ നടപടി ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അവിടെ ഉയരുന്നത് ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ളതാണ്. കാരണം പെരുമ്പാവൂർ നഗരത്തിലെ 1 കിലോമീറ്ററിനുള്ളിൽ ഈ MC റോഡിനെ മുറിച്ച് 7 സ്ഥലത്തെങ്കിലും MC റോഡ് ക്രോസ് ചെയ്ത് മറ്റു റോഡുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലൈ ഓവർ സംവിധാനം ഉണ്ടെങ്കിൽ ഈ 7 സ്ഥലങ്ങളിലും വാഹനങ്ങൾക്ക് സുഗമമായി പോകാനും തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ആളുകൾക്ക് അങ്ങോട്ടും യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അടിയന്തരമായി ഒരു ഫ്ലൈ ഓവർ സാധ്യതയെക്കുറിച്ച് വിശദമായ പഠനം നടത്തി അടുത്ത ബഡ്ജറ്റിലെങ്കിലും നമുക്ക് ഒരു പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഗതാഗത കുരുക്കുള്ള ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ ടൗൺ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു യാത്ര ചെയ്താൽ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കാലടി പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഗതാഗത കുരുക്ക്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ മനോജ് മൂത്തേടൻ ഇവിടെ ഉന്നയിച്ച പ്രശ്നം സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ഉള്ളൊരു സാധ്യതയ്ക്ക് വേണ്ടി ഒരു പഠനം നടത്താൻ ഒരു സമിതിയെ നിയോഗിക്കുന്നതാണ്.